ഇൻകാസ് യൂത്ത് വിംഗ് ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറി ശ്രീകുമാർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇൻകാസ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന യൂത്ത് ഓണം പരിപാടിയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനാണ് ശ്രീകുമാർ ചേരുന്നത്. ശ്രീകുമാർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്നാണോ അപ്പോ പരിപാടി യൂത്ത് ഓണം? അതെ, ഞങ്ങൾക്കറിയാം നാട്ടിലെ ഓണാഘോഷമൊക്കെ കഴിഞ്ഞു, എല്ലാവരും ഓണം കഴിഞ്ഞ് അടുത്ത നവരാത്രിയിലേക്ക് കടന്നു. എന്നാൽ ഏവർക്കും അറിയാവുന്ന പോലെ പ്രവാസ ലോകത്ത് ഓണം അവസാനിക്കുന്നില്ല. ക്രിസ്മസ് കഴിയുന്നോടം വരെയും ഞങ്ങൾ ഓണം ആഘോഷിക്കും എന്നതാണ് ഞങ്ങൾ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം. തീർച്ചയായും ഇൻകാസ് യൂത്ത് വിംഗ് UAE യൂത്ത് ഓണം 2024 ഒക്ടോബർ 27 അജ്മാനിലെ ക്യൂൻ ഫാം ഹൗസിൽ വെച്ച് നടത്തുകയാണ്. അതിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ന്യൂസ് 8-നൊപ്പം ചേരാൻ സാധിച്ചതിൽ സന്തോഷം മതി. ഞങ്ങൾക്ക് സന്തോഷം. എങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇൻകാസ് യൂത്ത് വിംഗ് എന്ന് പറയുന്നത് 2014 മുതൽ പ്രവാസ ലോകത്ത് പ്രവർത്തിച്ചു വരുന്ന ഒരു യുവജന സംഘടനയാണ്. ഓണം എന്ന് പറയുന്നത് നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ ഒത്തുചേരലിന്റെ ഒരു ആഘോഷമാണ്. ഞങ്ങൾ 400ഓളം വരുന്ന ഇൻകാസ് യൂത്ത് വിംഗ് മെമ്പേഴ്സും അവരുടെ കുടുംബാംഗങ്ങളും ചേർന്നുകൊണ്ടാണ് ഈ ഒരു ഓണാഘോഷം സംഘടിപ്പിച്ചത്. ഞങ്ങളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ 4 കരകളായി തിരിഞ്ഞ് നാട്ടിലൊക്കെ നമ്മൾ കാണുന്ന ഒരു ഉത്സവ പ്രതീതി ഇവിടെ കൊണ്ടുവരണം എന്നൊരു ഉദ്ദേശത്തോടു കൂടി തന്നെ 4 കരകളായി തിരിഞ്ഞാണ് ഞങ്ങൾ മത്സരിക്കുന്നത്. സൗഹൃദ മത്സരമാണ് എങ്കിൽ പോലും ഓണക്കളികളും പൂക്കള മത്സരവും ഘോഷയാത്രയും എല്ലാമായി ഈ 4 കരക്കാരും തമ്മിലുള്ള ഒരു മത്സരമാണ്. ഇപ്പോൾ തന്നെ ഇവിടെ ഓരോ കരക്കാരും അവരവരുടേതായ ഒരുക്കങ്ങളിലാണ്. അവർ എങ്ങനെ പൂക്കളമിടണം, എങ്ങനെ ഘോഷയാത്ര നടത്തണം, മറ്റ് ഓണക്കളികൾ. വൈകുന്നേരം ഒക്ടോബർ 27 വൈകുന്നേരം ആരായിരിക്കും ആ കപ്പ് ഉയർത്തുക എന്ന ആവേശത്തോടുള്ള ഒരു ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്താനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ ഓരോരുത്തരും. തികച്ചും ഓണം എന്ന് പറയുമ്പോൾ നാം നാട്ടിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ പ്രതീതി ആ നാട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോഴാണ് നമുക്ക് ഉണ്ടാവുന്നത്. അത് തിരിച്ചു കിട്ടാൻ ഓരോ യുവാക്കൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും നാട്ടിൽ നിന്നും മാറി നിന്നെങ്കിലും ഓണം ഞങ്ങൾക്ക് നഷ്ടപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക എന്നതാണ് ഇൻകാസ് യൂത്ത് വിംഗ് UAE ഈ ഒരു ഓണാഘോഷത്തിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും ശ്രീകുമാർ, ഞങ്ങൾ ഓരോ വർഷവും ഇങ്ങനെ മനസ്സിലാക്കുകയാണ് നാട്ടിലല്ല ഓണം, അല്ലെ? കൂടുതലും ഓണം ആഘോഷിക്കുന്നത് നിങ്ങൾ പ്രവാസികളാണ് എന്നുള്ളതാണ്. ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. അപ്പോ എല്ലാ കരക്കാർക്കും, അല്ലെ, 4 കരകളെന്ന് പറയുന്നത്, എല്ലാ കരക്കാർക്കും ആശംസകൾ. ഈ പ്രാക്ടീസ് സെഷൻ ഒക്കെ നടക്കുകയായിരിക്കും, ഇപ്പൊ ഗംഭീരമായിരിക്കും. അപ്പൊ എല്ലാവിധ ആശംസകളും നേരുകയാണ്. താങ്ക് യു. അപ്പോൾ ഒരിക്കൽ കൂടി പറയുന്നു, കിഴക്കേക്കര, പടിഞ്ഞാറേക്കര, തെക്കേക്കര, വടക്കേക്കര 4 കരക്കാരും ശക്തരാണ്. നമുക്ക് കാത്തിരിക്കാം ഏത് കരക്കാരായിരിക്കും ഇൻകാസ് യൂത്ത് വിംഗ് യൂത്ത് ഓണം 2024 കപ്പ് ഉയർത്തുന്നത്. ശ്രീകുമാർ ഏത് കരയിലാണ്? ഇല്ല, ഞാൻ പ്രോഗ്രാം കമ്മിറ്റി ആയതുകൊണ്ട് നമ്മൾ ഒരു കരക്കാരോടും ഒപ്പം നിഷ്പക്ഷമായിരിക്കും. എടുത്ത് പറയേണ്ട ഒരു കാര്യം കൂടിയാണ്. കാരണം ഇപ്പൊ കര എന്ന് കേൾക്കുമ്പോൾ ആളുകൾ വിചാരിക്കും പ്രാദേശികമായിട്ടാണ് ഇത് ധരിച്ചിരിക്കുന്നത്. അങ്ങനെയല്ല. കേരളത്തിലെ 14 ജില്ലക്കാരുടെയും പ്രാതിനിധ്യം എല്ലാ കരകളിലും ഉണ്ട്. അപ്പൊ എന്തായാലും ഓണാശംസകൾ, അല്ലെ? ഓണാശംസകൾ. വൈകിയാണെങ്കിൽ പോലും ശ്രീകുമാർ, താങ്ക് യു ഫോർ ജോയിനിങ്. എന്നാൽ ഇൻകാസ് യൂത്ത് ഓണത്തിന് എല്ലാ ആശംസയും ന്യൂസ് 18 നൽകുകയാണ്. മറ്റൊന്ന് പാലക്കാട്. അതെ, താങ്ക് യു.